ചില സാഹചര്യങ്ങളിൽ ടോർച്ച് ഓൺ ആകാതെയും ചില സാഹചര്യങ്ങളിൽ ടോർച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും സ്വിച്ച് കംപ്ലൈന്റ് ആയി ഇരിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ടോർച്ച് ലൈറ്റിന്റെ സ്വിച്ച് വളരെ കുറഞ്ഞ ചിലവിൽ വെറും 4 രൂപ ചിലവിൽ നമുക്കെങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ മിസ്റ്റർ ലൈറ്റ് എന്ന കമ്പനിയുടെ ടോർച്ചിന്റെ സ്വിച്ച് എങ്ങനെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സ്വന്തമായി ശരിയാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ടോർച്ചിന്റെ പിൻഭാഗം തുറന്ന് ബാറ്ററി പുറത്തെടുത്ത് വയ്ക്കുക. അതിനുശേഷം മുൻവശത്തെ ഗ്ലാസ് വരുന്ന ഭാഗം ടോർച്ചിന്റെ മുൻവശത്തെ LED മുന്നിലുള്ള ഗ്ലാസ് കവറിംഗ് ഊരി മാറ്റിയെടുത്തതിന് ശേഷം ടോർച്ചിന്റെ ഉള്ളിലായി ഒരു സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഒരു ലോക്ക് ഉണ്ടായിരിക്കും. ആ ലോക്ക് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ അൺലോക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് വളരെ ഈസിയായി ടോർച്ചിന്റെ സർക്യൂട്ട് ബോർഡ് വീഡിയോയിൽ കാണുന്നത് പോലെ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. സർക്യൂട്ട് ബോർഡിന്റെ ഒപ്പം തന്നെ LED കണക്ട് ആയിരിക്കും. അതോടൊപ്പം തന്നെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാനായി DC പിൻ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉണ്ടായിരിക്കും. പിന്നെ ടോർച്ച് ഓണും ഓഫും ചെയ്യാനായി ഒരു സ്വിച്ചും സർക്യൂട്ട് ബോർഡിൽ ഉണ്ടായിരിക്കും. ലൈറ്റിന്റെ സർക്യൂട്ട് ബോർഡിൽ ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ഈ സ്വിച്ച് മൈക്രോ ടൈപ്പ് സ്വിച്ചുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ 4 രൂപ നിരക്കിൽ നമുക്ക് സ്വിച്ച് വാങ്ങാവുന്നതാണ്. ഇനി സർക്യൂട്ട് ബോർഡിൽ ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന സ്വിച്ച് നമുക്കൊരു അയണിന്റെ സഹായത്തോടു കൂടി ഡാമേജ് ആയ സ്വിച്ച് നമുക്ക് അവിടെ നിന്നും റിമൂവ് ചെയ്തതിനു ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ പുതിയൊരു സ്വിച്ച് ഫിക്സ് ചെയ്യാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് സർക്യൂട്ട് ബോർഡ് ടോർച്ചിൽ തിരികെ ഫിക്സ് ചെയ്ത് വെക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർക്യൂട്ട് ബോർഡിന്റെ സ്വിച്ചും നമ്മുടെ ടോർച്ചിന്റെ സ്വിച്ച് വരുന്ന സൈഡും വ്യത്യാസമില്ലാതെ കറക്റ്റ് സീറ്റിംഗ് ആയിരുന്നാൽ മാത്രമേ സ്വിച്ച് വർക്ക് ആവുകയുള്ളൂ. അതുമാത്രം ശ്രദ്ധിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ടോർച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വളരെ ഈസിയായി നമുക്ക് ടോർച്ചിന്റെ സ്വിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കും. നിലവിലിപ്പോൾ ടോർച്ച് സ്വിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്.